ഹായ്, നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഈ കോച്ചിങ് സെഷന് വന്നിട്ടുള്ള വ്യക്തി ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല, പേരറിയില്ല, നാടറിയില്ല, ജോലി അറിയില്ല, ഒന്നും തന്നെ അറിയില്ല, ഞങ്ങളൊട്ട് ചോദിക്കാറുമില്ല. ആ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൽ കൂടെ ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റും ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈവ് സെഷൻ പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളൊരു കാര്യം പറയാണ്ട്, ഈ വരുന്ന ഏപ്രിൽ 28 30 രാത്രി 9 മണി മുതൽ 10:15 വരെ നിങ്ങൾക്ക് വേണ്ടി GSM എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററി എന്നുള്ളതാണ്. ഇത് ഗോൾ സെറ്റിംഗ് അല്ല, ഗോൾ സെറ്റിങ്ങിൻ്റെ അപ്പുറം എങ്ങനെ നമ്മൾക്ക് ഗ്രോ ചെയ്യാം, ലൈഫിൽ എങ്ങനെ ഗ്രോ ചെയ്യാം, നമ്മുടെ പ്രൊഫഷനിൽ എങ്ങനെ ഗ്രോ ചെയ്യാം, നമ്മുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഗ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോഴ്സിൽ പറയുന്നത്. ഇതിൽ ആർക്ക് വേണം ജോയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആവാം, നിങ്ങൾക്കൊരു ബിസിനസ് ഓണർ ആവാം, നിങ്ങൾക്കൊരു വീട്ടമ്മ ആവാം, ആർക്കും വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യാം. ഇതിൽ മലയാളത്തിലാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതിന് യഥാർത്ഥ ഫീ 999 റുപ്യാണ്. പക്ഷേ വാട്സപ്പിൽ കൂടെ യൂട്യൂബ് കണ്ട് വാട്സപ്പിൽ കൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇത് 599 റുപ്പീസ്, അതായത് 599 റുപ്യക്ക് ഈ ഒരു കോഴ്സ് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് തുക തിരിച്ചു തരുന്നതാണ്. 100% മണി ബാക്ക് ഗ്യാരണ്ടി. സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. എന്താന്ന് വെച്ചാല്, സ്റ്റാഫ് റിലേറ്റഡ് ആണെങ്കിൽ ഇതിന്റെ ഡിസിഷൻ മേക്കർ ആരാ, നിങ്ങളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലാണോ? ഞാനൊരു 2 ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് ആരാ ഡിസിഷൻ മേക്കിംഗ്? നിങ്ങൾ ഡിസിഷൻ മേക്കർ ഞാനാണ്. ഉറപ്പല്ലേ? ആണെങ്കിൽ മാത്രമേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസിഷൻ മേക്കർ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പം നിങ്ങളെ സ്റ്റാഫ് മെമ്പർ ഉണ്ട്, നിങ്ങളാണ് ഡിസിഷൻ മേക്കർ, കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഓക്കെ, ഇനി പറഞ്ഞു എന്താ ചോദ്യം? എന്താ വെച്ചാല്, സ്റ്റാഫിനിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ അസൈൻ ചെയ്ത കാര്യങ്ങള് ഞാനത് പൊതുവെ എന്താ വെച്ചാൽ ഒന്ന് റിലാക്സ്ഡ് വെച്ചാല്, ഞാൻ ഇങ്ങനെ ഒരു മൈൻഡ് എന്താ വെച്ചാല് അത് കുഴപ്പമില്ല, അങ്ങനെ ഒരു സെൻസിറ്റീവിലാണ് ഞാൻ എടുക്കാറ്. കാരണം എനിക്ക് മനസ്സിലായി, അത് ഗ്രേ ഏരിയ എന്താന്ന് മനസ്സിലായില്ല. അത് അതെന്താണെന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും അവർക്കൊരു മൈൻഡ് അവര് ചെയ്യും അങ്ങനെയുള്ള ഒരു റിലാക്സേഷൻ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ഞാനും അതുപോലെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? ട്രസ്റ്റ് ചെയ്യണ വെച്ചാല്, നമ്മളിപ്പോ ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോ, ഇന്നിപ്പോ ഒരു സപ്പോസ് ഒരു ലൈസൻസ്, അതിലിപ്പോ ഒരു വിസ എടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. അപ്പൊ ഞാന് അത് എന്റെ മെസ്സേജ് അവർക്ക് പാസ് ചെയ്ത് കൊടുത്തു. പിന്നീട് അതെന്ത് ചെയ്യുന്ന വെച്ചാല്, അത് കറക്റ്റ് ആയിട്ട് അത് അവര് ഫോളോ അപ്പ് ചെയ്യണില്ല. അത് ഞാൻ ചെക്ക് ചെയ്യാനും ശ്രമിച്ചില്ല. അങ്ങനെ അതൊരു വലിയൊരു ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല്, അത് തിരിച്ച് എനിക്ക് റിവേഴ്സ് ആയിട്ട് വന്നു. കാരണം ഇതിൽ വേറൊരു ഇൻവെസ്റ്ററും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങള് ഞാൻ എന്റെ കറക്റ്റായിട്ട് അവർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്ത സാധനങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പകുതി അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു വീക്ക്നെസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവരെ ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരോട് ഞാൻ ഹാർഷായിട്ട് സംസാരിച്ചിട്ടില്ല. ഇവരോട് ഇന്ന കാര്യങ്ങൾ, ഇതാണ് ഡ്യൂട്ടീസ്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്തു, അവർ ശരിക്ക് മുതലാക്കി വെച്ചാൽ, ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയ പോലെയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്ക് അതിലൊരു ഇതുണ്ട്. ഞാൻ അതിലൊരു ഷാഠ്യം പിടിക്കുന്നതാണ്. അപ്പൊ ഇതെന്ത് ചെയ്തു, അത് ശരിക്കും എനിക്ക് ബാക്ക് ഫയർ ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, അതൊരു ഹ്യൂജ് ഫൈനും മറ്റുള്ള കാര്യങ്ങൾക്ക് വന്നു. അതിൽ വേറൊരു ഇൻവെസ്റ്ററും എന്ത് ചെയ്തു, ഇത് ഐഡന്റിഫൈ ചെയ്ത്. ഈ ഐഡന്റിഫൈ ചെയ്തപ്പോ പിന്നെ ഇവരെന്ത് ചെയ്ത്, തിരിച്ച് എനിക്കത് ബാക്ക് ഫയർ ആയി. എന്തെന്ന്, ഈ പറഞ്ഞ ഞാൻ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തന്നിട്ടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ശരിക്കും ഡൗൺ ആയി. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടി എല്ലാവരെയും ഇങ്ങനെ
കൈൻഡ്നെസ്, ആ വേർഡാണ്, കൈൻഡ്നെസ് ആണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. അത് പിന്നെ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് എനിക്ക് ബാക്ക് ഫയർ ആയല്ലോ എന്നുള്ളത് അതിനെ ഇടക്കിടക്ക് ഇങ്ങനെ അലട്ടുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ എന്നിൽ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് സ്വതന്ത്രമായിട്ട് മെല്ലെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി കണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അതിൽ മാറുന്നുണ്ടോ. അപ്പൊ അത് ഇപ്പൊ എന്താ വെച്ചാൽ വേറെ ആളും കൂടി അത് ഏറ്റെടുത്ത കാരണം അത് എന്ത് ചെയ്ത് അവരുടെ തെറ്റുകൾ ഫുള്ള് കവർ ചെയ്ത്. കാരണം അവർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതായിരുന്നു, പക്ഷെ അവരുടെ മിസ്റ്റേക്ക് എന്ത് ചെയ്ത് അത് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫുള്ളി എന്റെ റെസ്പോൺസിബിലിറ്റി ആണ പോലെ അത് ആക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് അതിനൊന്നും നമുക്കിപ്പോ ഇത്രയും ആൾക്കാരെ ഇനി മാറ്റാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഇന്ന് സർവൈവ് ചെയ്യണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരണം. തെറ്റ് സംഭവിച്ചത് എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായത് ഞാനത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യപ്പെട്ടില്ല. ഞാൻ അവരെ വിശ്വസിച്ചു. പിന്നെ ഈ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ അതും അതിൽ പെടുത്തിയത് കൊണ്ട് ടോട്ടലി ഞാനൊന്ന് ഫ്രസ്ട്രേഷൻ ആണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഇതിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്കൊരു ഒരു ഇതുണ്ട്, നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുക ഓക്കെ ഇത് ശരിയായിക്കെന്ന് തോന്നില്ല? എപ്പോഴാണ് എന്ത് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ പറയും ഓക്കെ ഇത് ഞാൻ ഓവർകം ചെയ്തു? എന്ത് റിസൾട്ട് വരാം നിങ്ങൾക്ക്? ഈ പറഞ്ഞ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ ഓക്കെയാണോ? അത് ആണെങ്കിൽ നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും. കറക്റ്റ്, ഞാൻ ഹാപ്പി. ഇനി ഞാൻ നിങ്ങളോട് ചില ചോദ്യം ചെയ്യും, പ്രൊഫഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇവിടെ കൈൻഡ്നെസ് ഇല്ല, അത് ആദ്യം മനസ്സിലാക്കാം. ദർ ഇസ് നോ കൈൻഡ്നെസ് ഇൻ ബിസിനസ്. ഓക്കെ, അവിടെ നിങ്ങൾ എംപത്തി ഒക്കെ കാണിക്കണം, പക്ഷേ പ്രൊഫഷണൽസ് ആയിരിക്കും കൊണ്ടുവരിക. നിങ്ങൾ പറഞ്ഞ സ്റ്റാഫ് ഉണ്ടല്ലോ, എത്ര സ്റ്റാഫ് മെമ്പേഴ്സിനാണ്? എത്ര സ്റ്റാഫ് മെമ്പേഴ്സ്? ആ ഡിപ്പാർട്ട്മെന്റിൽ ഓൾമോസ്റ്റ് ഒരു ബിലോ 20. ഇതൊക്കെ ന്യൂ സ്റ്റാഫാണോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണോ? ഓൾമോസ്റ്റ് ന്യൂ സ്റ്റാഫാണ്. 1-2 പേര് ഒരു 5 year എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവര് പൊസിഷൻ എന്താ? സൂപ്പർവൈസറി പൊസിഷൻ ആണോ അല്ലെങ്കിൽ എന്ത് പൊസിഷൻ ആയിരിക്കുള്ളത്? മാനേജറിലാണോ? എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ? ബിലോ മാനേജർ ലെവൽ. ഓക്കെ, അപ്പൊ ബ്ലൂ കോളർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല സർ, അല്ല, വൈറ്റ് കോളർ തന്നെയാണ്. വൈറ്റ് കോളർ തന്നെ, പക്ഷേ ഓക്കെ, ഗ്രേറ്റ്. എനിക്കുള്ള ചോദ്യം, നിങ്ങൾ അവരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് ഓരോ വ്യക്തിൻ്റെ ഓരോ പൊസിഷനിലാണല്ലോ കൊണ്ടുവരുന്നത് അല്ലേ? ഓരോ സീറ്റാണ് കൊണ്ടുവരുന്നത്. ഒരു ബസ് ആലോചിക്കുക, ഒരു ബസ്സാണ് നിങ്ങളെ ബിസിനസ് ആലോചിക്കുക. ഒരു ബസ്സിൽ വ്യത്യസ്ത സീറ്റുകളുണ്ട്. അത് സ്ത്രീകൾക്കുള്ള സീറ്റുണ്ട്, പുരുഷന്മാർക്കുള്ള സീറ്റുണ്ട്, കുട്ടികൾക്കുള്ള സീറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പുരുഷനെ കൊണ്ടുവന്ന് സ്ത്രീകളെ സീറ്റിൽ ഇരുത്താൻ പറ്റും, സ്ത്രീനെ കൊണ്ടുവന്ന് പുരുഷന്റെ സീറ്റിൽ ഇരുത്താൻ പറ്റുമോ? പുരുഷനെ കൊണ്ടുവന്നിട്ട് ഒരു കുട്ടിന്റെ സീറ്റിൽ ഇരുത്താൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ലല്ലോ. അപ്പോൾ ഓരോ സീറ്റ് വളരെ വെൽ ഡിഫൈൻഡ് ആണ് ആ ബസ്സിൽ. ഓരോ പാസഞ്ചറും വെൽ ഡിഫൈൻഡ് ആണ്, ശരിയല്ലേ? കറക്റ്റ്. നിങ്ങൾ ഈ കൊടുക്കുന്ന 20 പേര് ശരിക്ക് എന്താണ് ആ സീറ്റ് എന്താന്നുള്ള ഡിഫൈൻ ചെയ്തത് നിങ്ങൾ? ഇല്ല, സീറ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ആ സീറ്റ് എന്താണ്, ആ സീറ്റ് ആവശ്യപ്പെടുന്നത് ഡിഫൈൻ ചെയ്തിരിക്കണം. വാട്ട് ഈസ് ദാറ്റ് യു എക്സ്പെക്ട് ഫ്രം ദ സീറ്റ്? ആ മനുഷ്യന്റെ അടുത്തല്ല കേട്ടോ, ആ സീറ്റിൽ നിന്ന്, ആ പൊസിഷനിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, ആ ഒബ്ജക്റ്റീവ് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ടാക്കുന്നത്. കറക്റ്റ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിലെ ഏറ്റവും ടോപ്പിലാണ് നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. ഇന്നത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ഇന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആളെയാണ് ഈ ഒരു സീറ്റിൽ ഇരുത്താൻ അർഹത ഉള്ളൂ എന്നുള്ളത്. അവിടെ കൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഒരാൾ വന്നു വിചാരിക്കുക അയാൾക്ക് അർഹത ഇല്ല, പക്ഷെ നിങ്ങൾ കൈൻഡ്നെസ് കാരണം നിങ്ങൾ ഇയാളെ കൊടുന്ന് ഇവിടെ ഇരുത്തുമോ? ഇരുത്താൻ പാടില്ല. അവിടെ നിങ്ങളുടെ ആദ്യത്തെ തെറ്റ് വന്നില്ലേ? ഞാൻ ഇവിടെ തെറ്റും ശരിയും അല്ല പറഞ്ഞത്, ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടി വന്നു. അവിടെ നമ്മൾ ഈ കൈൻഡ്നെസ്സും സിമ്പത്തി എംപത്തിയും ഒന്നും നടക്കാൻ പോണില്ല. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ ഇത് ഒരു കോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും, കുറ്റങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യണത്, ഒരു വിവാഹം കഴിക്കുന്നത് പോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള പുരുഷൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സ്ത്രീനായിരിക്കണം നമ്മൾ നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇങ്ങനത്തെ ആളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനത്തെ വ്യക്തിനായിരിക്കും നിങ്ങൾ കല്യാണം കേൾക്കേണ്ടത്. അതേപോലെ അങ്ങനത്തെ വ്യക്തിനെ മാത്രമേ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ആ സീറ്റിൽ ഇരുത്താൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ഇനി ചെയ്യാൻ പോകേണ്ട കാര്യം, നിങ്ങൾ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെൽ ഡിഫൈൻ ചെയ്യുക. ഓരോ സീറ്റ്, ഓരോ പൊസിഷൻ വെൽ ഡിഫൈൻ ചെയ്യാം, ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ പൊസിഷൻ.
നമ്പർ 2, ആ ഒരു പൊസിഷൻ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യാം. അതിനനുസരിച്ച് മൂന്നാമത്തെ സ്റ്റെപ്പ്, അതിനനുസരിച്ചിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. കുറെ വലിയ 10-15 പേജ് ഒന്നും വേണ്ട, 1-2 പേജ് മാത്രം മതി. ഏറ്റവും വലിയ പൊസിഷൻ 2 പേജ് മതി. വളരെ ഡിഫൈൻഡ് ക്ലിയർ ആയിക്കണം. നമ്പർ 4, അതിന് തുല്യമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് CV അട്രാക്ട് ചെയ്യാം. ഓക്കെ. നമ്പർ 5, ആ CV മാത്രം പോരാ, കാരണം എല്ലാവർക്കും കള്ളത്തരം ചെയ്താൽ ഇന്ന് AI ടൂളിൽ പോയി ChatGPT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ഇത് കംപ്ലീറ്റ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 5ാമത്തെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം ആളെ. നിങ്ങൾ എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്, നിങ്ങൾ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. മനസ്സിലായില്ല? ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കണം. അതേപോലെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി വരും, ജോലി എടുക്കും, ആ വ്യക്തി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ പോയിട്ട് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യും, ശമ്പളം അയാൾക്ക് കിട്ടും, സമയം നിങ്ങളുടെയും പോകും. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കണം. അത് 1 റൗണ്ട് ആവാം, 2 റൗണ്ട് ആവാം, 3 റൗണ്ട് ആവാം, ഇറ്റ്സ് ഫൈൻ. വ്യത്യസ്ത ടാലന്റ് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യത്യസ്ത സ്കില്ല് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് ചെയ്യാം. അതിനുശേഷം മാത്രമേ ഒരു 3 മാസത്തിന് പ്രൊബേഷൻ പീരീഡ് ആൾ എടുക്കാൻ പാടുള്ളൂ. ശരിയാണോ? അതൊക്കെ ശരിയാണ്. ഇത് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്തിട്ടില്ല. അപ്പൊ എവിടൊക്കെ തെറ്റുള്ളൂ, നമ്മൾ തെറ്റും ശരിയല്ല, എവിടൊക്കെ തെറ്റുള്ളൂ ഒന്ന് പറയാം. അത് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഫഷണലി എന്താണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഐഡന്റിഫൈ കൊടുക്കണം. അത് മാനേജ്മെന്റ് ലെവലിലായിട്ട് അത് കൊടുത്തിരിക്കണം. ഈ സ്റ്റാഫ് അതിന് കപ്പാസിറ്റി ഉള്ള ആളാണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും. ആ വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് നമ്മൾ ജോബ് കൊടുത്തതിന് ശേഷം അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളും വെരിഫൈ ചെയ്യണം. നമ്മൾ ഒരാളെ ഡിപ്പെൻഡഡ് ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എക്സാക്റ്റ് ആയിട്ട് അത് പ്രൊഫഷണലി തന്നെ നോക്കിയിരിക്കേണ്ടതായിരുന്നു. എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക്. അതെ, മിസ്റ്റേക്ക് എല്ലാവർക്കും വരും, അത് പ്രശ്നമില്ല. മിസ്റ്റേക്ക് വന്നു, നിങ്ങൾ പഠിച്ചു, ഇനി കറക്റ്റ് ചെയ്യാന്നുള്ള, റെക്ടിഫൈ ചെയ്തു, ഇനി കറക്റ്റ് ചെയ്യാന്നുള്ള. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു അല്ലേ? അതെ. എത്ര കുട്ടികളാണുള്ളത്? 3 കുട്ടികൾ. അതിലെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സ്? മൂത്ത കുട്ടി 18 വയസ്സ്. 18 വയസ്സ്. നിങ്ങൾ നാട് എവിടെ എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. നാട് എവിടെ? നാട് തൃശ്ശൂർ. അപ്പം നിങ്ങൾ മകന് തൃശ്ശൂരിന്ന് കാർ ഓടിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന് വിചാരിക്കുക, ഒരു എക്സാമിന് വേണ്ടിയിട്ട് പോയി. അപ്പം കുറെ കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു 8 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിക്കുക. തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് ഒരു ട്രിവാൻഡ്രം 8 മണിക്കൂർ ഇല്ല എന്നല്ല എനിക്കറിയാം, പക്ഷെ നമ്മൾ ഒരു ഉദാഹരണത്തിന് 8 മണിക്കൂർ എടുക്കുന്ന 8 മണിക്കൂറായിട്ട് മകനെ വിളിച്ചിട്ട് ചോദിക്കണം എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകൻ പറയാം, പപ്പ ഞാനിപ്പം കോയമ്പത്തൂർ എത്തിയെന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണ്? അത് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്, മകന് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് കൊടുത്തുള്ള ഇത് തിരുവനന്തപുരത്തേക്കാണ്, ആള് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് കോയമ്പത്തൂർക്കാണ് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ ആരുത്താണ് തെറ്റുള്ളത്? ക്ലിയർ ആയി. എന്താണ് എല്ലാം പറയാൻ മറ്റുള്ളവർ അറിയട്ടെ എവിടെ തെറ്റ് വന്നിട്ടുണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ ആ ഇൻഫർമേഷന് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യണം. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ മോനെ എവിടെ എത്തിയിട്ടുണ്ട്, ചായ കുടിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഓക്കെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് എവിടെ എത്തിക്കണം ഇപ്പോ, ലഞ്ച് കഴിച്ചോ, എവിടെയാണ് ഇപ്പൊ, ഏത് സ്റ്റേഷൻ എവിടെ എത്തി, കൊല്ലത്ത് എത്തി, ഓക്കെ ഓൺ ദ ട്രാക്ക്. ഓക്കെ. അപ്പം ഓരോ ജംഗ്ഷനിൽ, ഓരോ സ്റ്റേഷൻ, ഓരോ ചെക്ക് പോയിന്റ് എത്തുമ്പോൾ നിങ്ങളെ മകനെ നിങ്ങൾ വിളിക്കണ്ടേ, അല്ലെ മകനോട് തിരിച്ചു വിളിക്കാൻ പറയണ്ടേ? ഒന്നിലെ നിങ്ങൾ 2 മണിക്കൂർ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഒന്നിലെ വിളിക്കുക, എല്ലാം മകനോട് പറയാം കൊല്ലത്ത് എത്തിയിട്ട് എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയാം. അപ്പൊ രണ്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഈ വ്യക്തി നിങ്ങൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതെന്നുള്ള മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. അതിപ്പോ പഠിച്ചോ? അത് പഠിച്ചു. ഇപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത സ്റ്റേജിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം. 2 കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അല്ലേ? അതൊന്ന് പറഞ്ഞു എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം.
അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അതിന് സൂട്ടായിട്ടുള്ള ആളാണെന്ന് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യുക. എന്നിട്ട് അതിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ടൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഒരു 2 ടൈപ്പ്, ഒന്ന് ഓൺലൈനായിട്ട് ചെയ്യുക, പിന്നെ ഓഫ്ലൈനായിട്ട് ചെയ്യുക, പിന്നെ ഒരു പേഴ്സണലായിട്ട് ചെയ്യുക. ഈ കീ പൊസിഷനിൽ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അത് എക്സാക്ട്ലി. കഴിഞ്ഞിട്ട് അവർക്കൊരു ഈ 3 മന്ത് പ്രൊബേഷൻ നോക്കുക. ഈ 3 മന്ത് പ്രൊബേഷന്റെ ഉള്ളിൽ സർ പറഞ്ഞ പോലെ തൃശ്ശൂർ ടു ട്രിവാൻഡ്രത്ത്, തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി, എറണാകുളം, അങ്ങനെ കൊല്ലം ഇന്നതാണോ. ഇനി കൊല്ലത്തുനിന്ന് ഈ ഡൈവേഷൻ വരികയാണ്. ചിലപ്പോൾ ഈസിയസ്റ്റ് വേ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണതും നല്ലതാണ്. എക്സാക്ട്. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണം. അതെ അതെ. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അത് നോട്ടീസ് ചെയ്ത് പിന്നെ അവരെ കൂടെ തന്നെ നമ്മളും ഈ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടോന്ന് ഞാനും ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് തിങ്സ് എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയി പോകും. അബ്സല്യൂട്ട്ലി. ഈ ഒരു ഇതിനാണ് നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അത് പിന്നെ 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പിന്നെ പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങളെ മകന് 2 പ്രാവശ്യം നിങ്ങളെ മകൻ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ അറിയാം ഇതാണ് ഈസി റൂട്ട്, ഇതാണ് എൻ്റെ പപ്പ പറഞ്ഞു തന്നുള്ള റൂട്ട്, ഇത് ഈ റൂട്ട് കൂടെ പോയാൽ മതി എന്ന് ആ കുട്ടിക്ക് അറിയപ്പം. ഇനി കറക്റ്റാണ് സാർ. ഇനി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ ആ ഫ്രസ്ട്രേഷൻ ആയിട്ട് മൈൻഡ് ഇതാണ്. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികളെല്ലാവരും അവിടെ ഉണ്ട്. ഈ വ്യക്തികളെ എനിക്ക് ഇനി എന്ത് ചെയ്യണത്, ഒന്ന് ഓവർകം ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ടാർഗറ്റ് ഉണ്ടായല്ലോ, ആ ഉണ്ടായത് എനിക്കൊന്ന് ഓവർകം ചെയ്യണം. ഇനിയിപ്പോ അവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞാക്കാനോ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനോ നമ്മളിപ്പോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ ഒരു മാനസികമായ ഒരു അവസ്ഥ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ എന്തെങ്കിലും സാറിനൊന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ? തീർച്ചയായും. കാരണം ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് അവർ തെറ്റായിരുന്നു അല്ലെ നിങ്ങൾ തെറ്റായിരുന്നു, ഇവിടെ തെറ്റ് അംഗീകരിക്കുന്ന ഇതല്ല ഇവിടെ. പക്ഷെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ആരുടെ റെസ്പോൺസിബിലിറ്റി തെറ്റുന്നില്ല ഇവിടെ, ആരുടെ റെസ്പോൺസിബിലിറ്റി, കീ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഈ ഒരു സംഭവം? കീ റെസ്പോൺസിബിലിറ്റി എന്റേതാണ്. പക്ഷെ ഞാൻ ഇൻഫർമേഷൻ ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ചെക്ക് ചെയ്തില്ല. നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തു പക്ഷെ ചെക്ക് ചെയ്ത് നിങ്ങൾ മകനോട് ട്രിവാൻഡ്രത്ത് പോകാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി വരുന്നത്, നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരുന്നു അതിന്? ഞാൻ അക്കൗണ്ടബിൾ ആണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. ഈ ചെക്ക് ചെയ്യാണ്ടിരിക്കണ സമയത്ത് അവരെന്ത് ചെയ്ത് റിലാക്സ് മൂഡിൽ കാര്യങ്ങൾ ചെയ്തു. കാരണം അത് ട്രാക്ക് ചെയ്തില്ല. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ട്രാക്ക് ചെയ്യണം. അവർ പോകണ്ടോ ഇല്ല എന്ന് ട്രാക്ക് ചെയ്യണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായി. അതും പിന്നെ ഇതേപോലെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സണെ ആയിരുന്നില്ല അന്ന് എടുത്തിരുന്നത്. അപ്പൊ അതൊരു വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അന്ന്. ഒരു പെട്ടെന്നായിട്ടുള്ള ഒരു എടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പഴയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇനി ചെയ്യുമെന്നാ ചോദിക്കണത്. ഇനി ചെയ്യില്ല. ഒരു ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. ഇനി എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ? ഡെഫിനറ്റ്ലി ഞാൻ അപ്ലൈ ചെയ്യും. ഓക്കെ. ഇനിയുള്ള നിങ്ങൾക്കൊരു ഇമോഷണൽ ഒരു ഇതാണ് നിങ്ങൾക്കുള്ളത്. അതെ, ആ ഇമോഷന് അത് മാറിക്കിട്ടും. അതിന്റെ ബാക്കിൽ അത് കൂടുതൽ ചിന്തിക്കണ്ട. അത് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ തിങ്കിങ് ആയിട്ട് മാറും. അത് ഓവർ തിങ്കിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആങ്സൈറ്റി ആയിരിക്കും. അവരെന്ത് വിചാരിക്കുന്നു, അവരാരും ഒന്നും വിചാരിക്കാൻ പോണില്ല. മനസ്സിലായില്ലേ? അവരെ ടെർമിനേറ്റും ചെയ്യണ്ട. ടെർമിനേറ്റ് ചെയ്യാനുള്ള ഇത് ഇപ്പൊ ആയിട്ടില്ല. കാരണം അവിടെ ഒരുപാട് ലൂപ്പ് ഹോൾസ് വന്നിട്ടുണ്ട്. സോ അവരെ മാത്രമേ നമ്മൾ കുറ്റം പറയുകയല്ല. പക്ഷെ അവരെങ്ങനെയൊക്കെ കോച്ച് ചെയ്യാൻ പറ്റും നോക്കാം. എങ്ങനെയൊക്കെ കോച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടും, അവർക്ക് ഫ്രീഡം കിട്ടുന്ന രീതിയിൽ കോച്ച് ചെയ്യാം. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക, കോച്ചിങ് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ കോച്ചിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആ കുറ്റബോധങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. ഫ്രണ്ട്ഷിപ്പ് ആവും, കുറച്ചും കൂടെ നന്നായിട്ട് ടീം വർക്ക് ആയിട്ട് ചെയ്യാനും പറ്റും. കറക്റ്റ്. അത് സാറിന് അന്നൊരു ഇതേപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫോർഗീവ്നെസ് അതാണ്ട് കൊടുത്താൽ മതി. അതാ എനിക്ക് ചെയ്യാൻ പറ്റും. അത് കൊടുത്താ പെർഫെക്റ്റ് ആവും. പിന്നെ നമ്മൾ നോക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. അതെ, അത് മനസ്സിൽ വെക്കരുത്. അത് മനസ്സിൽ വെച്ച് ചെയ്യരുത്. മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ടാവും.
കാരണം ഈ Correct. തെറ്റ് ചെയ്ത വ്യക്തികളല്ലേ എന്നുള്ള തോന്നലൊക്കെ വരും. അതൊക്കെ എടുത്ത് ഒഴിവാക്കാൻ, എന്നിട്ട് ജസ്റ്റ് ഡു ഇറ്റ്. Okay, sir. Okay. ഹാപ്പി? Happy. 0 to 10? I will give you 10 mark. Thank you very much. Thanks a lot. Next caller, please.